ഹിജ്റയുടെ 19ാമത്തെ വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില സ്വഹാബികളെ റോമിലേക്ക് പറഞ്ഞയക്കുകയാണ് ധർമ്മസമരത്തിന് വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഉണ്ട്. വിവരമറിഞ്ഞിരിക്കുന്ന റോം ചക്രവർത്തിയായ കൈസർ തന്റെ അനുയായികളോട് പറയുകയാണ്, മുസ്ലിമീങ്ങളായ ആളുകൾ നമ്മോട് യുദ്ധത്തിന് വരുന്നുണ്ട്, അവർ യുദ്ധം ചെയ്യുക. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ പോലും നിങ്ങൾ കൊന്നുകളയരുത്. കാരണം മുസ്ലിങ്ങളൊക്കെ ധീരരാണ്, ധൈര്യമുള്ളവരാണ്, സ്ഥൈര്യമുള്ളവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവര് മുഹമ്മദിന് അങ്ങേയറ്റം പ്രിയം വെക്കുന്നവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനുസരണയുള്ളവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരൊക്കെ നിഷ്കളങ്കരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ധൈര്യമുള്ളവരാണ്, ധീരരാണെന്ന് പറഞ്ഞു കേട്ടത് കൊണ്ട് അവരുടെ ധൈര്യം ഒന്ന് പരീക്ഷിക്കണോ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ കൊന്നുകളയാതെ എന്റെ മുമ്പിൽ ഹാജരാക്കണമെന്ന് കൈസർ ചക്രവർത്തി അങ്ങ് നിർദ്ദേശിക്കുകയാണ്. റോമുകാര് മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധം ചെയ്തിരിക്കുന്ന തടവുകാരിൽ നിന്ന് ചില ആളുകളെയൊക്കെ പിടിച്ചു കൊണ്ടുവരികയാണ്. ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവര് ചെന്നിട്ട് കൈസർ രാജാവിനോട് പറഞ്ഞു, പ്രഭു, ഒരുപാട് ആളുകളെ ഞങ്ങൾ തടവിൽ അകപ്പെടുത്തിയിട്ടുണ്ട്. ആ തടവുകാരായി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തില് ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാള് വല്ലാത്ത സ്ഥൈര്യവും ധൈര്യവുമുള്ള ആളാണ്. രാജാവ് പറഞ്ഞു, അയാളെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ. അവര് പിടിച്ചു കൊണ്ടുവരികയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ. കൈകളൊക്കെ ചങ്ങലകളെ കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്, കാലുകളെ ബന്ധിച്ചിട്ടുണ്ട്. രാജാവിന്റെ മുമ്പിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ ചുണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, നിന്റെ പേരെന്താണ്? എന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ എന്നാണ്. നീ ഏത് നാട്ടുകാരനാണ്? നീ ആരുടെ മകനാണ്? എല്ലാ വിവരങ്ങളും ചോദിക്കുമ്പോൾ അദ്ദേഹം കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു കൊടുക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയോട് പറയുകയാണ്, എടാ അബ്ദുല്ലാ, നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറിയിട്ട് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാല് നിനക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ നൽകാമല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പുച്ഛത്തോടെ പറഞ്ഞു, പറ്റില്ല, സാധ്യമല്ല. ഞാൻ റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന ഒരു മുസ്ലിമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു. ഇനി ഒരു അണുമണിത്തൂക്കം ഞാൻ പുറകോട്ട് പോവില്ല. രാജാവ് പറഞ്ഞു, എന്നാൽ അബ്ദുല്ലാ, നിനക്ക് ഞാൻ ഭരിച്ചിരിക്കുന്ന രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ പകുതി ഭാഗം നിന്നെ ഏൽപ്പിക്കാം. നിനക്കവിടെ ചക്രവർത്തിയായി വായാമല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറയുന്നു, എനിക്ക് അറബ് രാജ്യങ്ങൾ മൊത്തം എനിക്ക് തന്നാലോ, അങ്ങയുടെ ഭരണം മുഴുവനും എന്റെ കയ്യിൽ ഏൽപ്പിച്ചാലോ, ഒരിക്കലും ഒരു പുറകോട്ട് പോകുന്ന പരിപാടി എനിക്കില്ല. ഞാൻ അടിയുറച്ച മുസ്ലിമാണ്. ഒരു അണു അളവ് പോലും ഞാൻ പുറകോട്ട് പോവില്ല. ഇത് കേട്ടപ്പോ രാജാവ് പറഞ്ഞു, എടാ, എന്നാൽ നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ എന്നെ എങ്ങനെയൊക്കെ കൊന്നുകളഞ്ഞാലും എനിക്ക് വിഷമമില്ല, പ്രശ്നമില്ല, എന്തെന്നെ ചെയ്തോളൂ, എനിക്കതിൽ വിരോധമില്ലല്ലോ. ആ സമയത്ത് രാജാവ് പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, പട്ടാളക്കാരെ, ഈ അബ്ദുല്ലാനെ പിടിച്ചുകൊണ്ട് കുരിശുമരത്തിലേറ്റു. പട്ടാളക്കാര് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കുരിശുമരത്തിന്റെ മുകളിൽ വെക്കുകയാണ്. രണ്ട് കൈയും നിവർത്തി വെച്ചുകൊണ്ട്, രണ്ട് കാലും രണ്ട് ഭാഗത്തേക്ക് വിടർത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാജാവ് പറഞ്ഞു, അവന്റെ കയ്യിലേക്ക് അമ്പയ്യുക. അതാ പട്ടാളക്കാര് അമ്പെടുത്തുകൊണ്ട് അമ്പയ്യുകയാണ് വലത്തെ കയ്യിലേക്ക്. വലത്തെ കയ്യിന്റെ ഉൾഭാഗത്തേക്ക് വന്ന് അമ്പ് വന്ന് തറക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇടത്തെ കയ്യിലേക്കും അമ്പ് വന്ന് തറക്കുകയാണ്. ഒരു അണു വിഷമം പോലും അബ്ദുല്ലാന്റെ മനസ്സിലില്ലെന്ന് മനസ്സിലാക്കിയ
കൈസർ രാജാവ് പറഞ്ഞു, അവനെ കുരിശിൽ നിന്ന് താഴേക്കിറക്കുവോ? പട്ടാളക്കാര് പിടിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ താഴേക്കിറക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എടാ അബ്ദുല്ലാ, ഞാൻ പറഞ്ഞത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, നിന്റെ മതത്തിൽ നിന്ന് നീ പിന്മാറിയിട്ടില്ലെങ്കിൽ, നീ ക്രിസ്ത്യാനിയായിട്ടില്ലെങ്കിൽ, നിന്നെ തിളപ്പിച്ച് ഇടിക്കുന്ന എണ്ണയിലേക്ക് നിന്നിട്ടിട്ട് അതിൽ കടത്തിക്കൊണ്ട് പൊരിച്ചു കളയും നിന്നെ. അബ്ദുല്ലാഹിബ്നു ഹുദാഫ പറഞ്ഞു, എന്തെന്നെ ചെയ്തു കളഞ്ഞാലോ എനിക്ക് വിരോധമില്ല, ഞാൻ പിന്മാറുകയില്ല. പട്ടാളക്കാട് രാജാവ് പറയുകയാണ്, എന്നാൽ ഇവന്റെ കൂട്ടത്തിൽ പണ്ട മുസ്ലിമീങ്ങളായ രണ്ടാളുകളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരിക. പട്ടാളക്കാര് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിർത്തുകയാണ്. എന്നിട്ട് രാജാവ് പറയുന്നു, പട്ടാളക്കാരെ, വേഗം തന്നെ ഇവിടെ അടുപ്പ് തയ്യാറാക്കൂ. വലിയ കരിങ്കല്ല് കഷണങ്ങൾ കൊണ്ടുവന്ന് അടുപ്പ് തയ്യാറാക്കുകയാണ്. അതിന്റെ മുകളിൽ വലിയൊരു ചെമ്പ് കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അടുപ്പ് അങ്ങ് കത്തിക്കുന്നോ, അതാ എണ്ണ പാരുകയാണ്. തിളച്ച് മറിയുന്ന എണ്ണ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യനെ എടുത്തിട്ട് ആ വെണ്ണയിലേക്ക് വലിച്ചെറിയൂ. തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് മുസ്ലിമായ ഒരു മനുഷ്യരെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് അങ്ങിടുകയാണ്. അതിൽ കിടന്നുകൊണ്ട് വെന്ത് ഉരുകി പോകുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരു മാറ്റവും കാണുന്നില്ല. രണ്ടാമത്തെ മനുഷ്യനെയും പിടിച്ചിട്ട് ആ എണ്ണയിലേക്ക് വലിച്ചിടുകയാണ്. അതാ ഉരുകി ഒലിച്ചു പോകുന്നു. കഥാ പൊരിച്ചു കളയുകയാണ് രണ്ട് മനുഷ്യ ശരീരങ്ങള്. അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ മനസ്സിൽ ഒരിളക്കവും തട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ രാജാവ് പറയുകയാണ്, ഇവൻ പിന്മാറുകയില്ല, ഇവനെ ആ എണ്ണയിലേക്കിട്ട് പൊരിച്ച് പുഴുങ്ങിക്കളയൂ. പട്ടാളക്കാര് പിടിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചിടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒലിച്ചിറങ്ങുന്നു. പട്ടാളക്കാര് പറഞ്ഞു, രാജാവേ, അദ്ദേഹം കരയുകയാണ്, എന്നാൽ അയാളെ തിരിച്ചു കൊണ്ടുവരൂ. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ അവര് തിരിച്ച് രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. രാജാവ് ചോദിക്കുന്നു, അബ്ദുല്ലാ, ഇനി മുസ്ലിമായതിന്റെ പേരിലല്ലേ നിനക്ക് ഇത്രയും ഏറെ യാതന സഹിക്കേണ്ടി വരുന്നത്? നീ അതിൽ നിന്ന് പിന്മാറിക്കളാ, ക്രിസ്ത്യാനിയായിക്കോ. ക്രിസ്തുമതം നീ സ്വീകരിക്കലോടുകൂടെ ഈ രാജകീയ ഭരണം നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, രാജാവേ, അങ്ങനെ വെണ്ണയിലിട്ടിട്ട് പുഴുങ്ങിക്കളയുമെന്ന പേടി കൊണ്ടല്ല, ആ വേദന എനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ഞാൻ കരഞ്ഞു പോയത്. പിന്നെയോ, ഒരൊറ്റ തവണയല്ലേ ആ എണ്ണയിൽ കിടന്നിട്ട് ഞാൻ എന്റെ ജീവിതം അവസാനിക്കുന്നുള്ളൂ. 1000 ശരീരം എനിക്കുണ്ടെങ്കിൽ, എന്റെ ശരീരത്തിലുള്ള രോമങ്ങൾക്കനുസരിച്ച് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ, ആ ജീവൻ തീരുവോളം എനിക്കത് അനുഭവിക്കാമല്ലോ. അത്രയും വലിയൊരു സ്വർഗത്തിന്റെ ദറജയിൽ എനിക്ക് എത്തിച്ചേരാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ കൈസർ രാജാവ് പറയുകയാണ്, ഇവന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇവന്റെ മുമ്പിൽ ഞാനാണ് പരാജയപ്പെടുന്നത്. ഇത്രയും ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് എന്നെ പരാജയപ്പെടുത്തുകയാണ് ഇവൻ ചെയ്യുന്നത്. കൈസർ രാജാവിനറിയാം, ഇവനെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞാൽ, ഇവൻ ധൈര്യസമേതം അത് ഏറ്റെടുത്ത് കളഞ്ഞാൽ ഉറപ്പാണ് എനിക്കാണ് ഇവിടെ അഭിമാനത്തിന്റെ ക്ഷതം വരുന്നത്. അതുകൊണ്ട് തന്നെ കൈസർ രാജാവ് പറയുകയാണ്, എടാ അബ്ദുല്ലാഹിബ്നു ഹുദാഫ, ഈ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കണ്ടില്ലേ? ഇവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ ശിരസിലൊന്ന് ചുംബിക്കാൻ നിനക്ക് കഴിയുമോ? എന്നാൽ നിന്നെ വെറുതെ വിടാം. അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, രാജാവേ, ഞാൻ
ഞാൻ അങ്ങയുടെ ശിരസിൽ വന്നുകൊണ്ട് ചുംബിച്ചു കളഞ്ഞാൽ എന്നെ മാത്രമല്ല ഇവിടെ തടവിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ എന്റെ സഹോദരങ്ങളെയോ വെറുതെ വിടുമോ? എന്നാൽ ഞാൻ ഇവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അങ്ങയുടെ ശിരസിൽ ചുംബിക്കാമല്ലോ. രാജാവ് സമ്മതം കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ഒരു വേള ചിന്തിക്കുകയാണ്, അള്ളാഹുവിന്റെ ശത്രുവായ രാജാവ്, ഈ രാജാവിന്റെ ശിരസിലെങ്ങാനും ഞാൻ ചുംബിച്ചാല് ഒന്നും സംഭവിക്കാനില്ലല്ലോ, ഒരുപാട് മുസ്ലിങ്ങളുടെ ശരീരം രക്ഷപ്പെടുത്താമല്ലോ. അതുകൊണ്ട് ധൈര്യത്തോടെ കടന്നു വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു കൈസർ രാജാവിന്റെ ശിരസിൽ ചുംബിക്കുന്നു. അതോടെ രാജാവ് പറഞ്ഞു, ഇവനെ വെറുതെ വിടുക, അതോടുകൂടെ തന്നെ ഇവന്റെ കൂടെയുള്ള മുഴുവൻ തടവുകാരെയും വെറുതെ വിടുക. ആ മുസ്ലിമീങ്ങളെ മുഴുവനും അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നു. സംഭവങ്ങളെ മുഴുവനും വിവരിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാക്കളെ, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ ശിരസിൽ ചുംബിക്കാൻ നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു, നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ആ കടമ ഞാൻ ആദ്യം നിറവേറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയിക്കൊണ്ട് ശിരസിൽ ചുംബിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കള് അവരൊരു ലവലേശം പോലും ഈമാൻ കുറഞ്ഞവരല്ല. പാവപ്പെട്ട സാധുക്കളായ നമ്മുടെ മുമ്പിലേക്ക് ഒരാള് വന്നുകൊണ്ട് 1 കോടി രൂപ തരാം, ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കുമോ എന്ന് ചോദിച്ചാല് ധൈര്യത്തോടുകൂടെ ആ 1 കോടി രൂപ ഒരു മനസ്താപം പോലുമില്ലാത്ത നിലക്ക് വാങ്ങുന്നവരല്ലേ, വാങ്ങിപ്പോവില്ലേ നമ്മളൊക്കെ? അള്ളാഹു നമ്മുടെ ഈമാൻ കാത്തു രക്ഷിക്കട്ടെ. സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഈമാൻ തെറ്റുന്ന മുഴുവൻ പരീക്ഷണങ്ങളിൽ നിന്നോ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. സ്വഹാബികൾ എങ്ങനെയാണ്? അവരുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിച്ചാലോ ദീനിൽ നിന്ന് ഈമാനിൽ നിന്ന് ഒരംശം പോലോ പുറകോട്ട് പോകുന്നവരല്ല.